ചുറ്റുമുള്ള ലോകം തങ്ങളോട് തീരെ ഫെയറല്ലാതിരിക്കുമ്പോഴും എത്ര മധുരമായിട്ടാണ് ചിലർ അതിനെ ആലിംഗനം ചെയ്യുന്നത്. ഇതിന് ബേസായി അച്ഛൻ്റെ പുതിയ പുസ്തകത്തിൽ നിന്നുള്ള ഒരു സംഭവ കഥ ഇവിടെ പറയുന്നു. പുസ്തകത്തിൻ്റെ പേര് വാക്ക് ശരീരമാകുമ്പോൾ. കേട്ടുകളയാം അല്ലേ? ഹിൽ സ്റ്റേഷനിലുള്ള ഒരാശ്രമത്തിൽ ഒരു നാൾവഴി പുസ്തകം വെച്ചിട്ടുണ്ട്. 1968 ജൂലൈ 6 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പത്ര റിപ്പോർട്ട്. മസൂറി. ലിയോ എന്ന ഇറ്റാലിയൻ വൈദികൻ കൊല്ലപ്പെട്ടു. 74 വയസ്സായിരുന്നു. തലേന്ന് പുലരിയിലാണിത്. കാരണക്കാരൻ എന്ന് കരുതുന്ന ചുവന്ന ഷർട്ടിട്ട ഒരു യുവാവിനെ തിരയുന്നുണ്ട്. പുലരിയിൽ വൈദികന്റെ മുറിയിൽ നിന്ന് ഞരക്കം കേട്ട ഒരു ജീവനക്കാരൻ സ്കൂൾ കെട്ടിടത്തിൽ താമസിക്കുന്ന മറ്റൊരു വൈദികനെ വിവരം അറിയിക്കുകയായിരുന്നു. ഓടിയെത്തിയ ലിയോണാർഡ് എന്ന സഹവൈദികൻ ആഴത്തിലുള്ള 6 മുറിവുകളുമായി ലിയോയെ കണ്ടു. മരണാസന്നർക്ക് ഉള്ള കൂദാശ കൊടുക്കാനായി താഴെയുള്ള ദേവാലയത്തിലേക്ക് ഓടി തിരിച്ചെത്തിയ അയാൾ ദിവ്യകാരുണ്യം എടുക്കാൻ മറന്നുപോയി. വീണ്ടും എല്ലാം ആവർത്തിക്കപ്പെട്ടു. പിന്നെ അയാളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങി. 7 മിനിറ്റ് നേരം കൂടെ ഉണ്ടായിട്ടും പ്രതിയെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു വിവരവും തേടിയില്ല എന്ന പോലീസിന്റെ ചോദ്യത്തിന് താൻ ഒരു വൈദികനാണ്, ഡിറ്റക്റ്റീവ് അല്ല എന്നാണ് ലിയോണാർഡിന്റെ മറുപടി. ചുറ്റുമുള്ള ലോകം തങ്ങളോട് തീരെ ഫെയറായി പെരുമാറാത്തപ്പോഴും എത്ര മധുരമായിട്ടാണ് ചിലർ അതിനെ ആലിംഗനം ചെയ്യുന്നത്.